കേട്ടതാണ് ഇതൊക്കെ അറിയില്ല. എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ സിനിമ ഉണ്ട്? എത്ര വലിയൊരു പ്രതികരണം എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്നത് ഇതൊക്കെ അറിയില്ല. നമ്മളിതാ നിങ്ങൾ പുള്ളിയോട് ചോദിക്കും. മജീദ് പുള്ളിയുടെ മാജിക്കാണ്, പുള്ളിയുടെ മ്യൂസിക്കൽ മാജിക്കാണ് ഇതില്. സോ ഒന്ന് വേറെ എന്ന് പറയണമെന്ന് അറിയില്ല. സന്തോഷം. എല്ലാരും ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാ, ഫാമിലിയുടെ അടുത്ത് പറയാ. ഇത് പിന്നെയും കാണാൻ പറ്റുന്ന സിനിമയാണ്. സിമ്പിൾ സ്റ്റോറി, നല്ല ആക്ഷൻ ഉണ്ട്, കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്. ഒരു കൂട്ടം കൂട്ടുകാരുടെ കഥയാണ്. എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂസ് ഒക്കെ വരുന്നത് അവിടെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്. ഇവരുടെ ഒപ്പം ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് പഠിച്ച് ഇവിടെ വരെ ഒരു ചെറിയൊരു വലിയ സിനിമ ഉണ്ടാക്കാൻ പറ്റി. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കൂലായിരുന്നു. എന്തായിരുന്നു ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു ഇങ്ങനെ WWE ബേസ് ചെയ്തൊരു സിനിമ ഇറക്കാൻ? ബ്രോ, നമ്മളൊക്കെ ഇത് കണ്ട് വളർന്ന കസിൻസിന്റെ ഒപ്പം ഒക്കെ ഈ റെസ്ലിംഗ് ഒക്കെ ബെഡിലൊക്കെ ചെയ്ത് ബെഡൊക്കെ ഒടിഞ്ഞ് നമുക്കൊക്കെ പരിക്കേറ്റൊക്കെ അല്ലേ. ആ ഒരു നൊസ്റ്റാൾജി വെച്ച് ഇൻസിഡൻസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ സിനിമയില്? പിന്നല്ല, ആ ബെഡ് പൊളിക്കുന്നു. അതേപോലെ മറ്റേ വേറെ കുറെ ഉണ്ട് മാൻ. രാത്രി അമ്മ അച്ഛനോ ഉറങ്ങിയിട്ടൊക്കെ നമ്മള് രാത്രി ആരും അറിയാണ്ട് പോയി റെസ്ലിംഗ് കാണുന്നതൊക്കെ ആ ഒരു നൊസ്റ്റാൾജി ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ. ബാക്കി എനിക്ക് പറയാറുണ്ട്.